إلهنا طوب لنا ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയതീനിൽ നിൻ യഖീനേ طوب لنا ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയതീനിൽ നിൻ യഖീനേ അതബിൽ നമുക്കലിപ്പെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാക്കും യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല طوب لنا ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയതീനേ നിൻ യഖീനേ طوب لنا ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയതീനേ നിൻ യഖീനേ. السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بنور الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان. صدق الله مولانا العظيم. أتهزأ بالدعاء وتزدريه وما تدري بما صنع الدعاء. سهام الليل لا تخطي ولكن لها أمد وللأمد انقضاء. എന്തിനീ പ്രാർത്ഥന കേൾക്കാതെ പോണു നീ, അറിവില്ല നിനക്കതിൻ നിർമ്മാണ പ്രക്രിയ. അവരാത്രി അമ്പുകൾ പിഴക്കില്ലൊരിക്കലും, ഗമിച്ചിടും ലക്ഷ്യം പൂർത്തീകരിച്ചിടാൻ. ഒരു വേള നാഥൻ തടഞ്ഞിടുമവയെ, മറുവേള ഹിതമായി ഭവിച്ചിടുമവകൾ. സ്നേഹം നിറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും ഒക്കെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, സയ്യിദന്മാരെ, സാദാത്തുക്കളെ, ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മവരെയും അവന്റെ റഹ്മത്തിലും അവന്റെ നിഅമത്തിലുമായും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തുപോയ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. NIT മേഖല SKSFന്റെ സെക്രട്ടറി അസ്കർ പൂവാട്ടുപറമ്പിന്റെ വൈഫ് ആക്സിഡന്റിൽ മരണപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട്. സമസ്ത ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടിയും SKSFനു വേണ്ടിയൊക്കെ വളരെ സജീവതയോടുകൂടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് അസ്കർ. അദ്ദേഹത്തിന്റെ ഭാര്യ വഫാത്തായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും ഒക്കെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബുശ്റാക്കുൽ യൗമിൽ ഇന്ന് വിനീതനായ ഞാൻ നിങ്ങളോട് സംവദിക്കാൻ പോകുന്ന വിഷയം പ്രാർത്ഥനയാണ് തണൽ എന്നതാണ്. ലോകം കണ്ട അതുല്യ പ്രതിഭയും ജനകോടികളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിന്താധാരയിലേക്ക് നയിക്കുകയും ചെയ്ത പ്രമുഖ കർമ്മശാസ്ത്ര പണ്ഡിതനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ മനോഹരമായ വരികളാണ് ഞാൻ എൻ്റെ
തുടക്കത്തിൽ കേൾപ്പിച്ചത്. അതഹ്സഉ ബിദ്ദുആഇ വതസ്ദരീഹി വമാ തദ്രി ബിമാ സനഅ അദ്ദുആഉ സിഹാമുൽ ലൈലി ലാ തുഖ്തി വലാകിൻ ലഹാ അമദുൻ വലിൽ അമദിൻ ഖിബാഉ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ദുഃഖത്തിന് പ്രതിവിധിയാകാറുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തകളുടെ ഒക്കെ പാരമ്യതയായി പലപ്പോഴും നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ കണക്കാക്കാറുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ അനുരാഗമായി അടിമയായ നമ്മളെ ഉടമയായ പടച്ച തമ്പുരാനോട് പറയുന്ന അർത്ഥനയായി മാറാറുണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ. എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണങ്ങൾക്ക് ഹേതുകമാകാറുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ. ഒരു മഞ്ഞുതുള്ളിയിൽ നിന്ന് നിർഗളിക്കുന്ന കൊച്ചു ജലകണിക പോലെ നമ്മുടെ ദുഃഖാർത്ഥമായ ഹൃദയങ്ങളിലേക്ക്, വേദന കൊണ്ട് പുളയുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയങ്ങളിലേക്ക് ഉതിർന്നു വീഴുന്ന വല്ലാത്തൊരു സമാധാനത്തിന്റെ മാർഗമായിട്ടാണ് പ്രാർത്ഥനയെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രൗഢഗംഭീരമായി തന്റെ വരികളിലൂടെ പറയുന്നത്. കേവലം യാന്ത്രികമായി അസ്തിത്വബോധമില്ലാതെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്താണെന്നറിയാതെ ബോധമില്ലാതെ പ്രാർത്ഥിക്കുന്നവനെ ചൂണ്ടി മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നീ എന്തിനാണ് പ്രാർത്ഥനയെ ഇങ്ങനെ നിസ്സാരമായി കാണുന്നത്? നീ എന്തിനാണ് പ്രാർത്ഥനയെ എത്ര നിസ്സാരമായി കാണുന്നത്? നീ അറിയുമോ, നിനക്കറിയുമോ എന്താണ് നീ നടത്തുന്ന ഓരോ പ്രാർത്ഥനയുടെയും ശക്തി എന്ന് നിനക്കറിയുമോ എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ജീവിത സൗഭാഗ്യങ്ങളെന്ന് കാണുന്ന, ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെന്ന് ആധുനികരായ നമ്മളൊക്കെ കരുതുന്ന നമ്മുടെ ദേഹേച്ഛകൾ, മനസ്സ് ഇച്ഛിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പൂർത്തിയാകുന്ന സമയത്ത് രാജാതിരാജനായ അല്ലാഹുവിനെ മറക്കുന്ന സമയമാണ് ഉണ്ടാകാറുള്ളത്. നമുക്ക് നമ്മൾ തോന്നുന്നത് പോലെയാണ് പ്രവർത്തിക്കാറുള്ളത്. അവന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന നിസ്കാരവും നോമ്പും എല്ലാം നമുക്ക് ഭാരമേറിയതായി തോന്നും. റബ്ബിലേക്ക് അർപ്പിക്കുന്ന ഓരോ കർമ്മങ്ങളും ഭാരം നിറഞ്ഞതായി നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ പ്രാർത്ഥന എന്നതിന് എത്രത്തോളം മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്റെ അടിമ എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, എന്റെ അടിമ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞാൻ അവന്റെ സമീപത്ത് തന്നെ ഉണ്ടാകും. ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്താധാരകളിലേക്ക് ഇത്തരം വിഷയങ്ങൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. എന്താണ് അല്ലാഹു പറഞ്ഞത്? വളരെ മനോഹരമായി പറഞ്ഞു, ഇദാ സഅലക ഇബാദി, എന്റെ അടിമയെങ്ങാനും എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തുണ്ടെന്ന് നിങ്ങൾ പറയണേ. എന്റെ അടിമ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. ആധുനിക കാലത്ത് ഈ മനോഹരമായ വചനത്തിന്റെ സ്വത്വബോധം എന്താണത് പറയുന്നതെന്ന് ഉൾക്കൊള്ളാനുള്ളത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ധനം എന്ന് പറയുന്നത് ഒരു സ്വകാര്യമായ അഹങ്കാരമായി കരുതിയിരുന്ന ഒരു പറ്റം ഖാറൂന്മാർക്കും ഫറോവന്മാർക്കും ഇടയിൽ ദാസ്യപ്പണി ചെയ്തിരുന്ന അടിമകളുടെ പീഡനത്തെ അല്ലാഹു വിശ്വാസാടിസ്ഥാനം കൊണ്ട് മാത്രം ഏറ്റെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവരോടുള്ള സ്നേഹബന്ധം പുതുക്കുകയാണ്. അടിമകളോടുള്ള ഇഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി പുതുക്കി നൽകുകയാണ്. മാത്രമല്ല, അവരോട് അടുപ്പം സമ്പാദിക്കാൻ, അല്ലാഹുവിനോട് അടുപ്പം സമ്പാദിക്കാൻ, അല്ലാഹുവും അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരും തമ്മിലുള്ള ആ അടുപ്പത്തെ വളരെ മനോഹരമായി ഈ വരികളിലൂടെ അല്ലാഹു നമ്മോട് പറയുകയാണ്. നിശ്ചയം ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട് എന്ന ഈ വചനം പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളായ മുഫസ്സിറുകൾ വളരെ മനോഹരമായി, കുറച്ചുകൂടി ലളിതമായി, സരസമായി, സരളമായിട്ടാണ് നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ചാണിനോട് അടുത്ത് നിൽക്കുന്നത് പോലെ കണ്ടനാടിയേക്കാൾ ചേർന്ന് അടിമയുമായി അല്ലാഹു അടുത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ്. രാത്രി പാപം ചെയ്യുന്ന അടിമയുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി പകൽ സമയത്ത് അല്ലാഹു നിൽക്കുകയാണ്. പകൽ തെറ്റ് ചെയ്യുന്ന അടിമയുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുകരങ്ങളും ഉയർത്തി അടിമയെ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ
മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങളുടെ കൈകളെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിങ്കലേക്ക് നിങ്ങൾ ഉയർത്തണമെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത്തരം ഹദീസുകളും ആയത്തുകളും ഒക്കെ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ അറിയുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴുമൊക്കെ ഒരു വിശ്വാസിയിൽ, ഒരു മുഅ്മിനായ മനുഷ്യനിൽ പുനർജനിക്കേണ്ടത് അവന്റെ ചിന്തകളാണ്. ചിന്തിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ് പറയുന്നത്? വിശ്വാസിയിൽ പുനർജനിക്കേണ്ടത് അള്ളാഹുവിന്റെ ചിന്തയാണ്, ദിക്റുള്ളയാണ് അവനിലുണ്ടായിരിക്കേണ്ടത്. അടിമ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, യഥാർത്ഥത്തിൽ അവന്റെ യജമാനനെ വണങ്ങേണ്ടവനാണ്. യജമാനന്റെ മുമ്പിൽ ആദരപൂർവ്വം വണങ്ങി നിൽക്കേണ്ടവനാണ് ഓരോ അടിമയും, അല്ലാതെ യജമാനനെ ചോദ്യം ചെയ്യേണ്ടവനല്ല എന്ന കാര്യം ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് പ്രാർത്ഥന കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? മനുഷ്യൻ അനുഭവിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ സമാധാനം എന്ന് പറയുന്നത്. ഒരു നിമിഷത്തെ സമാധാനത്തിനായി, ഒരു നിമിഷത്തെ ശാന്തിക്കായി ഞാനും നിങ്ങളുമൊക്കെ കേണുകൊണ്ടിരിക്കുകയാണ്, കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷത്തെ ശാന്തി, സമാധാനം, മനസ്സിന് സുഖം, സ്വസ്ഥത, അസ്വസ്ഥപൂർണമായ ജീവിതത്തിൽ നിന്നൊരു മോക്ഷം ഒക്കെ ഉണ്ടാകാനാണ് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. അതിന്റെ സാന്നിധ്യമാണ്, സമാധാനത്തിന്റെ സാന്നിധ്യമാണ് പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തെ സൗഭാഗ്യപൂർണമാക്കുന്നത്. സൗഭാഗ്യത്തോടു കൂടി ജീവിതത്തെ നയിക്കാൻ കഴിയുന്നത് പലപ്പോഴും സമാധാനമുണ്ടാകുമ്പോഴാണ്. സമാധാനമില്ലാതാകുമ്പോൾ എല്ലാം നഷ്ടപ്പെടലാണ്. സമാധാനമില്ലാതാകുമ്പോൾ പലപ്പോഴും പലതും നഷ്ടപ്പെടലാണ് ഉണ്ടാകുക. ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം അസ്വസ്ഥപൂർണമായ ജീവിതമാണെങ്കിൽ നമുക്കുണ്ടാവുക വല്ലാത്ത നഷ്ടങ്ങളായിരിക്കും. അതുകൊണ്ടാണല്ലോ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം, അല്ലാഹുവേ നീ തന്നെയാണ് രക്ഷ എന്ന് മുഅ്മിനായ മനുഷ്യൻ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام എന്ന് വളരെ മനോഹരമായി മുഅ്മിനായ ഒരു മനുഷ്യൻ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനമാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, സമാധാനമാണ് എപ്പോഴും എല്ലാവരും കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്തുണ്ടാകും, സമാധാനം ഉണ്ടാവില്ല. ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് അല്ലാഹു ഭാഗ്യം നൽകിയിരിക്കും, പക്ഷേ സ്വസ്ഥമായി ഒന്ന് കണ്ണടക്കാൻ, ഒരു കൺപോളയടക്കാൻ ഒരിക്കൽ പോലും കഴിയാറില്ല. അസ്വസ്ഥപൂർണമായ ജീവിതം എന്നെയും നിങ്ങളെയും ഒക്കെ പലപ്പോഴും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് സഫലമാക്കപ്പെടേണ്ടത് എന്ന് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാകണം. ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതും അവൻ ആഗ്രഹിക്കുന്നതും സമാധാനമാണ്. നമ്മൾ പറഞ്ഞല്ലോ, മനസ്സിനും കുടുംബത്തിലും നാട്ടിലും രാജ്യത്തും എല്ലായിടത്തും സമാധാനം വേണം. അസമാധാനത്തിന്റെ അസ്വാസ്ഥ്യങ്ങളാണ് മനുഷ്യ സമൂഹത്തെ, എന്നെയും ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന മനുഷ്യ സമൂഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. സമ്പത്ത് കൊണ്ടോ ജീവിതത്തിന്റെ വിഭവങ്ങൾ കൊണ്ടോ മനുഷ്യന് സമാധാനം നേടിക്കൊടുക്കാൻ കഴിയില്ല. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ അസ്വസ്ഥനാകുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ അസ്വസ്ഥപൂർണമായ ജീവിതം നയിക്കുന്നു? ഇവിടെയാണ് നമ്മൾ അസ്വസ്ഥതകളിൽ എരിഞ്ഞമരുന്ന അവിശ്വാസിയിൽ നിന്ന് യഥാർത്ഥമായ വിശ്വാസിയെ നമ്മൾ ദർശിക്കുന്നത്. അവന് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒലിച്ചു പോകുന്നവനല്ല. ബുദ്ധിമുട്ടുകൾ വന്നാലേ, പ്രശ്നങ്ങൾ വന്നാല്, പ്രതിസന്ധികൾ വന്നാല് ഒരിക്കൽ പോലും തളരുന്നവനല്ല, ഹൃദയം വെച്ച് കീഴടങ്ങുന്നവനല്ല മുഅ്മിൻ എന്ന ബോധം എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അനുഭവിച്ച പരീക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന പരീക്ഷണത്തിൽ നൊമ്പരത്തിലും വ്യതയിലുമായി സങ്കടപ്പെട്ടുകൊണ്ട് ദുഃഖവർഷം പെയ്യിപ്പിക്കുന്നവനല്ല ഒരിക്കൽ പോലും മുഅ്മിനെ, മറിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവനാണ്. അല്ലാഹുവിലേക്ക് പ്രാർത്ഥനാപൂർവം അല്ലാഹുവിലേക്ക് അടുക്കുന്നവനാണ്. ശേഷം ഇരു കൈകളും രാജാതിരാജനായ പടച്ചവനിലേക്ക് ഉയർത്തി കൺതടങ്ങൾ നിറക്കുന്നവനാണ് ഓരോ മുഅ്മിനും. അല്ലാഹുവിന്റെ അടുക്കൽ ആ പ്രാർത്ഥനയോളം മഹത്വമേറിയ മറ്റൊരു സംഗതിയുമില്ല എന്ന പ്രവാചക വചനം കൂടിയാകുമ്പോ പ്രാർത്ഥന എന്നതിന്റെ സ്ഥാനം എത്രത്തോളം മഹത്തരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ.
പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്, ചിലപ്പോ അതിന്റെ പൂർണ്ണമായ ഒരു നിലയിലേക്ക് എത്തുന്നത് ചില നിബന്ധനകളോടെയാണ്, ചില മര്യാദകളിലൂടെയാണ്. മനുഷ്യന് കൺകുളിർമയും സമാധാനവും ഈ ചര്യയിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ സാധ്യമാകുന്നത്. അതിനാൽ പ്രാർത്ഥന എന്നത് ഒരു നിമിഷ നേരത്തെ, കേവലം ഒരു നിമിഷ നേരത്തെ വ്യാകുലപ്പെടലല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം മുഴുവൻ വിലയിരുത്തപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഹാരം അനുവദനീയമായ മാർഗങ്ങളിലൂടെയാകണം. ഞാനും നിങ്ങളുമൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അത് റബ്ബിന്റെ മാർഗത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണമാണോ, ഹലാലാണോ ഞാനും നിങ്ങളുമൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഹറാമാണോ, ഹറാമ് കലർന്നിട്ടുണ്ടോ എന്റെ ഭക്ഷണത്തിൽ? ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്കും ഞാൻ എന്റെ കുടുംബത്തിനും പോറ്റിക്കൊണ്ട് കൊടുക്കുന്ന അഹോരാത്രം പണിയെടുത്ത്, എല്ലുമുറിയ പണിയെടുത്ത് പ്രവാസ ലോകത്ത് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഈ കർമ്മങ്ങൾ, എന്റെ ജോലികൾ, ഈ ജോലിയിൽ അല്ലാഹുവിന്റെ ബർക്കത്തും റഹ്മത്തും ഇറങ്ങൽ ഏത് വഴിയാണ്? അതിൽ ഒരിക്കൽ പോലും ഹറാമ് കലരാതിരിക്കൽ വഴിയാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജോലിയിൽ ഹറാമ് കലർന്നിട്ടുണ്ടോ? ഹറാമിന്റെ അംശം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജോലികളിലും നമ്മുടെ സമ്പാദ്യങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചിന്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഞാൻ കൈമാറുകയാണ്. നമ്മുടെ ജീവിതം തിന്മയിലാവാതിരിക്കലാണ് ഏറ്റവും നല്ലത്. തിന്മയിലാവാതിരിക്കൽ, നന്മയിലധിഷ്ഠിതമായ ജീവിതം മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതാണ് വേണ്ടത്. നന്മയിലധിഷ്ഠിതമായ ജീവിതം അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലാഹുവോട്, പലപ്പോഴും അലസരായി പ്രാർത്ഥിക്കാറുണ്ട്, അശ്രദ്ധരായി പ്രാർത്ഥിക്കലുണ്ട്, അസാധ്യമായത് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കലുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രതീക്ഷിക്കാവുന്ന സമയങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് എവിടെയൊക്കെ ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ടോ, സ്ഥലങ്ങളുണ്ടോ, സന്ദർഭങ്ങളുണ്ടോ, അവിടെയൊക്കെ ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കണം. പൂർണ്ണമായ വുദൂഇലായിരിക്കണം എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന. ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹുവിങ്കലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഹംദും സലാത്തും ചൊല്ലി പതിവാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥന മര്യാദപൂർവ്വം നിർവഹിക്കേണ്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് മധുരം തരുന്ന ഒന്നാകണം. ഹൃദയത്തിന് മധുരം തരുന്ന, വല്ലാത്തൊരു അനുഭൂതി തരുന്ന കാര്യമായിരിക്കണം പ്രാർത്ഥന. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അല്ലാഹുവിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുക എന്നതാണ്. മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നുവർഗത്തെയും പടച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റൊരു കാര്യത്തിലും മനുഷ്യനെ പടച്ചിട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറയുന്നുണ്ടത്. അല്ലാഹുവിനോടുള്ള ആരാധന ജീവിതം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. വിശ്വാസിയുടെ ജീവിതത്തിന്റെ സകല സമയങ്ങളും അത് ആരാധനയാണ്. അവന്റെ ഉച്ഛ്വാസവും അവന്റെ നിശ്വാസവും ആരാധനയാണ്. അവന്റെ അനക്കവും അവന്റെ ഒതുക്കവും ഒക്കെ ആരാധനയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രാർത്ഥനയെ ദീനിന്റെ മജ്ജയായി വിശേഷിപ്പിച്ചത്. അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ ആരാധനയുടെ മജ്ജയാണ്, തലച്ചോറാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. 5 നേരത്തെ നിസ്കാരങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അടിമ ഉടമയിലേക്ക് നടത്തുന്ന അർത്ഥനകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിസ്കാരങ്ങൾ. ചരിത്രത്തിൽ അത്ഭുതങ്ങൾ തീർത്ത ഒരുപാട് പ്രാർത്ഥനകളെ പരിശുദ്ധമായ ഖുർആനും അതുപോലെ ഹദീസുമൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശ്വാസിയുടെ ആയുധമായി പ്രാർത്ഥന മാറുന്നത് അത് പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് തീർക്കുന്ന ആത്മസമാധാനം വഴിയാണ്. മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ടോ? റബ്ബിലേക്ക് പ്രാർത്ഥിക്കുന്നത് വഴി എനിക്കും നിങ്ങൾക്കുമൊക്കെ സമാധാനം കിട്ടുന്നുണ്ടോ? എങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയുടെ സ്ഥാനത്തായി, അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന അസ്ഥാനത്തായി. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ അല്ലാഹു എന്ന ബോധം പ്രാർത്ഥനയിലൂടെയാണ് പലപ്പോഴും പ്രകടമാകുന്നത്. എന്റെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു തമ്പുരാൻ, എന്റെ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ ഒരു തമ്പുരാൻ, എനിക്ക് കാര്യങ്ങൾ നിർവഹിച്ചു തരാൻ ഒരു തമ്പുരാൻ, എന്റെ സകലമായ കാര്യങ്ങളും സമർപ്പിക്കാൻ ഒരു തമ്പുരാൻ. വജ്ജഹുതുവിൽ ഞാനും നിങ്ങളുമൊക്കെ പറയുന്നത് പോലെ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, അല്ലാഹുവേ എന്റെ നിസ്കാരം,
ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും എന്റെ മരണവും ഒക്കെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ അല്ലാഹുവിനോടുള്ള ആ ഒരു ഇഷ്ടവും അല്ലാഹു എന്ന ബോധവും എത്രത്തോളം പ്രകടമാകേണ്ടതുണ്ട്. പ്രാർത്ഥനയിലും ഇത് പ്രകടമാകേണ്ടതുണ്ട്. റബ്ബിനോടാണ് ഞാൻ പറയുന്നതെന്ന ബോധം എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടാകേണ്ടത്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനുമായി സംസാരിക്കാൻ അവസരം കിട്ടി. നിലമ്പൂരിലെ അറിയപ്പെട്ട അഭിഭാഷകൻ, അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം കിട്ടി എനിക്ക്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ജില്ലാ ജഡ്ജിയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് അലി. പലർക്കും ഒരുപക്ഷെ കേട്ട് പരിചയമുണ്ടാകും അഡ്വക്കേറ്റ് മുഹമ്മദ് അലി. മുഹമ്മദ് അലി സാറെ കഴിഞ്ഞ 2 ദിവസം കാണാൻ അവസരം കിട്ടിയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, വാഫി, പ്രാർത്ഥനക്ക് വല്ലാത്തൊരു സ്വീകാര്യതയുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് മഹാസംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയാണ്. പ്രാർത്ഥിച്ചാൽ എന്തായാലും രാജാതിരാജനായ അല്ലാഹു മറുപടി തരാതിരിക്കില്ല. അല്ലാഹു എന്തായാലും പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വന്തം ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ താളുകൾ മറിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഉസ്താദേ, ലിവർ സിറോസിസ് വന്ന്, സാധാരണ ലിവർ സിറോസിസ് ഉണ്ടാവലാർക്കാ? മദ്യപാനവും അതുപോലെ മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ് അഡിക്റ്റഡ് ആയ ആളുകൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ് ലിവർ സിറോസിസ്. ലിവർ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഒരു ദിവസം അദ്ദേഹത്തെ ഡോക്ടറെ കാണിച്ചപ്പോ ക്ഷീണം വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു രക്ഷയുമില്ല, നിങ്ങളുടെ ലിവർ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ലിവർ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഏകദേശം ഇനി 1 വർഷം മാത്രമാണ് നിങ്ങളുടെ കാലാവധി. ഡോക്ടർമാര് വിധിയെഴുതുകയാണ്. മുമ്പിൽ വെച്ച് മനുഷ്യനോട് പറയുകയാണ്, ഇനി 1 കൊല്ലം മാത്രമാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം തരുന്നത്. 1 കൊല്ലം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള കാലാവധി എന്ന് ഡോക്ടർമാര് വിധിയെഴുതിയപ്പോൾ ഡോക്ടറും അഡ്വക്കേറ്റ് മുഹമ്മദ് അലി സാറ് പറഞ്ഞത്രേ, ഡോക്ടറെ, ജീവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല, മടുത്തിട്ടില്ല, എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കണം ഡോക്ടറെ, എന്തെങ്കിലും മാർഗം നിങ്ങളുടെ അടുത്തുണ്ടോ? അങ്ങനെ ഡോക്ടർമാര് വിധി എഴുതി. അവസാനമായി ഞങ്ങൾ കാണുന്ന ഒരു മാർഗം, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യോജിച്ച ഒരു ലിവർ വെച്ച് തരാൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് നോക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോഴും ഒരിക്കൽ പോലും പൂർണ്ണമായിട്ടൊരു മറുപടി ഡോക്ടർമാർ കൊടുത്തില്ല, ഒരു ഉറപ്പ് കൊടുത്തില്ല. അങ്ങനെ സ്വന്തം മകൻ, അവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി, സ്വന്തം മകൻ സ്വന്തം ബാപ്പാക്ക് ലിവർ കൊടുക്കാൻ തയ്യാറായി. സ്വന്തം പൊന്നോമന പുത്രൻ, ഞങ്ങളുടെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ ബാപ്പയാണെന്ന് കരുതിക്കൊണ്ട് സ്വന്തം പുത്രൻ ലിവർ കൊടുക്കാൻ തയ്യാറായി. പകുതി ലിവറുമായി 2 പേരും ജീവിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോ പലപ്പോഴും ബോധം വരുന്നു, ബോധം പോകുന്നു. ബോധം വരുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുവേ, ജീവിച്ചിട്ട് എനിക്ക് ഇതുവരെ കൊതി തീർന്നിട്ടില്ല, എനിക്ക് ഇനിയും ജീവിക്കണം തമ്പുരാനെ എന്ന് മനമുരുകി ഞാനൊരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്റെ ബോധം പോയും വന്നും കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്റെ റൂമിൽ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. അവര് നഴ്സുമാർ, ഡോക്ടർമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ ഈ അപകടവും സംഭവിക്കുമോ എന്ന രീതിയിൽ, അദ്ദേഹം മരിക്കാനായിരിക്കുന്നു എന്ന രീതിയിലേക്ക് ഡോക്ടർമാർ സംസാരിക്കാൻ തുടങ്ങി. കണ്ണടച്ച് ഞാനൊരു പ്രാർത്ഥനയായിരുന്നു, അള്ളാഹുവിനോട് മനമുരുകി ഞാനൊരു തേടലായിരുന്നു എന്ന് മുഹമ്മദ് അലി പറയുമ്പോ ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിരുന്നു. അദ്ദേഹം അത് പങ്കുവെക്കുന്ന സമയത്ത് പിന്നെ അത്ഭുതമായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടർ വന്ന് കണ്ണിലേക്ക് ടോർച്ചടിച്ച സമയത്ത് കണ്ണിലെ കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളകുന്നത് കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, അത്രേ ഒരു കുഴപ്പവുമില്ല, നമ്മൾ പ്രതീക്ഷയിലപ്പുറമായി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ, റിക്കവറി ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഉസ്താദേ, പ്രാർത്ഥനയിൽ എനിക്ക് വല്ലാത്ത വിശ്വാസമാണ്.
ഇതുവരെ ഞാനുണ്ടായിരുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ പ്രസ്ഥാനമായിരുന്നു. ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നത് അല്ലാഹു ദൈവം തമ്പുരാൻ എന്നത് ഒന്നില്ല എന്ന പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്നു. ഞാൻ അതോടുകൂടി മാറി പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നും ഒരു പ്രാർത്ഥന കേൾക്കാൻ തമ്പുരാൻ ആകാശ ലോകത്തുണ്ടെന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി പറയുമ്പോൾ സത്യത്തിൽ പ്രാർത്ഥനയുടെ വില മനസ്സിലാകുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോ ഉള്ളിന്റെ ഉള്ളിലെ അള്ളാഹു എന്ന ബോധമാണ് പലപ്പോഴും നമ്മളെ പ്രാർത്ഥനകളുമായി മുന്നോട്ട് നയിക്കേണ്ടത്. എത്ര വലിയ നിരീശ്വരവാദിയായാലും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ വന്നു ചേരുമ്പോൾ അറിയാതെ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യ മനസ്സുകളിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും പ്രാർത്ഥനയോളം ശക്തി പകരുന്ന മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. മഹാനായ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട നിമിഷം നമുക്കൊക്കെ അറിയാം, ചരിത്രം നമുക്കൊക്കെ അറിയാം. പ്രാർത്ഥന വിശദീകരിക്കുന്നതിലൂടെ പരിശുദ്ധ ഖുർആൻ പ്രാർത്ഥനയ്ക്ക് പിന്നിലെ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. തന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുമ്പോ ഇനി എന്റെ മുന്നിൽ മാർഗങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാകുമ്പോ, താനൊന്നുമല്ലെന്ന തിരിച്ചറിവിൽ നിന്ന്, ഞാനൊന്നുമല്ലെന്ന തിരിച്ചറിവിൽ നിന്ന്, ഞാൻ കേവലം ഒരു അടിമ മാത്രമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിങ്കിലേക്ക് വിനയാന്വിതനായി പ്രാർത്ഥിക്കാറുള്ളത്. വിനയാന്വിതനായി ഞാനും നിങ്ങളൊന്നുമൊക്കെ എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനകൾ റബ്ബിലേക്ക് അർപ്പിക്കാറുള്ളത്. ജീവിതത്തിന്റെ നിമിഷങ്ങൾ, ജീവിതത്തിന്റെ ഓരോ സമയങ്ങളും ആസ്വാദ്യകരമാവണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമാണെന്നാണ് 5 വക്ത് നിസ്കാരം എന്റെയും നിങ്ങളുടെയും ഒക്കെ മുന്നിൽ വെക്കുന്ന പാഠം. 5 വക്ത് നിസ്കാരം എന്താണ്? നിസ്കാരം നമുക്ക് നൽകുന്ന പാഠം. 5 വക്ത് നിസ്കാരത്തിലൂടെയും രാജാതിരാജനായ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി ആദരവോടുകൂടി റബ്ബിന്റെ മുമ്പിൽ വിനയാന്വിതരായി ഞാനും നിങ്ങളും ഒക്കെ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥനയുണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന മാനസികമായ ശാരീരികമായ ആരോഗ്യത്തെക്കുറിച്ച് ശാസ്ത്രമതം പോലും വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ പ്രാർത്ഥനാ നിരതനാകണമെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ചില ആളുകളുടെ പ്രാർത്ഥന അള്ളാഹുവിന് കേൾക്കാൻ വല്ലാത്ത ഇഷ്ടമാണ്. ചില ആളുകളുടെ പ്രാർത്ഥന കേൾക്കാൻ. ചിലരുടെ പ്രാർത്ഥന അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അവനിൽ പൂർണ്ണ സംതൃപ്തരായി ജീവിക്കുന്നവരാണവർ. അവർ റബ്ബിൽ പൂർണ്ണമായി സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നവരാണ്. എന്ത് പ്രശ്നം വന്നാലും പ്രതിസന്ധികൾ വന്നാലും ഒക്കെ റബ്ബിൽ നിന്നാണെന്നുള്ള വിശ്വാസത്തോടുകൂടി, ദൃഢമായ ഫലമായ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാണവർ. അവർക്ക് നാളെ സ്വർഗീയമായ ലോകത്ത് മനം നിറയുവോളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ യഥാർത്ഥ ഉദ്ദേശം അല്ലാഹുവിങ്കലേക്കുള്ള സകലമാന കാര്യങ്ങളുമുള്ള സമർപ്പണമാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിങ്കലേക്ക് പറയുക. ഖേദിച്ചു മടങ്ങുന്നവരുടെയും ആക്രമിക്കപ്പെട്ട ആളുകളുടെയും ഒക്കെ പ്രാർത്ഥന അല്ലാഹു കൂടുതൽ പ്രാധാന്യം നൽകിയത് ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിനോടുള്ള അർപ്പണബോധം, അല്ലാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസം, അതൊക്കെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയം നിറഞ്ഞനുഭവിക്കുമ്പോഴാണ് പൂർണ്ണമായൊരു പ്രാർത്ഥന സംഭവിക്കുന്നത്. അല്ലാത്തത് കേവലം ആംഗ്യമാണ്, വിക്ഷേപങ്ങളാണ്. കേവലം നമ്മുടെ ചുണ്ടുകൊണ്ടും നാവുകൊണ്ടും നമ്മൾ വെറുതെ പറയുന്ന, വെറുതെ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളാണ്. ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് പ്രാർത്ഥന. മദീന പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ സമീപം ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശഫീഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരാൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണ്? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? അപ്പൊ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവിനെ വാഴ്ത്തി, അല്ലാഹുവിനെ പുകഴ്ത്തി, അല്ലാഹുവിനെ ഹംദുകൾ പറഞ്ഞ് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രാർത്ഥനയുടെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ തൃപ്തിയിലാണ്.
അള്ളാഹുവിന്റെ തൃപ്തിയിലാണ്. റബ്ബിന്റെ തൃപ്തി ഉണ്ടാകുമ്പോഴേ നമ്മുടെയൊക്കെ എന്റെയും നിങ്ങളുടെയുമൊക്കെ പ്രാർത്ഥന വിജയിക്കുകയുള്ളൂ. അള്ളാഹുവിനെ വാനോളം പുകഴ്ത്തി തുടങ്ങുമ്പോൾ പ്രാർത്ഥനകൾ കൂടുതൽ വിജയകരമാകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ഇഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറയുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, രക്ഷിതാവായ തമ്പുരാനെ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. എന്റെ സന്താനങ്ങളിൽപ്പെട്ടവർക്കും അതിനുള്ള സൗഭാഗ്യം നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാൻ. റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കണേ. വിചാരണ ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണേ തമ്പുരാനെ എന്ന് ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചു. അല്ലേ? ഒരു പ്രവാചകൻ തന്റെ യജമാനനോട് ചെയ്യുന്ന ആരാധനയുടെ സൂക്ഷ്മതയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ. എല്ലാം അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് മാത്രമാണെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം സമ്മതിക്കുകയാണ്. ശേഷം തന്റെ വിശ്വാസികളായ അനുയായികൾക്ക് വേണ്ടി, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വിധി നിർണയ ദിനത്തിൽ പുറത്തു കൊടുക്കണേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. ഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും സയ്യിദനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മക്ക മണലാരണ്യത്തിന്റെ പ്രാന്തപ്രദേശത്ത് രഹസ്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം താമസിപ്പിച്ചതും പരസ്യമായി ഹാജർ ബീവി റളിയല്ലാഹു അൻഹു രക്ഷിതാവിന്റെ കൽപ്പനയാണോ എന്ന് ചോദിച്ചതും അല്ലാഹു ഇതൊക്കെ അറിയുന്നവനാണ് എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ മറുപടി പറഞ്ഞത് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഒരു വാദം, ഒരു സംശയം പലപ്പോഴും ഉയരാറുണ്ട്. ഒരു പ്രവാചകൻ എങ്ങനെയാണ് പാപമോചനം നേടുക? എങ്ങനെയാണ് ഒരു പ്രവാചകൻ പാപമോചനം നേടുക? പ്രവാചകന്മാർ പാപമുക്തരാകണമെന്നല്ലേ അടിസ്ഥാന നിബന്ധന എന്നൊരു സംശയം. അമ്പിയാക്കൾ മാസൂമീങ്ങളാണ്, പാപമില്ലാത്തവരാണ്, പാപം ചെയ്യാത്തവരാണ്. നമുക്കതിന് മറുപടി പറയാനുള്ളത്, പ്രവാചകന്മാരുടെ ഇത്തരത്തിലുള്ള പ്രാർത്ഥന അത് ഇത്വാഅത്തിന്റെ ഭാഗമാണ്. അത് വഴിപ്പെടലിന്റെ മാർഗമാണ്, വഴിപ്പെടലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഉന്നതിയിലേക്ക് ഉയരുമ്പോഴും അതുപോലെ ഭൂതകാല പദവിയിൽ നിന്ന് പാപമോചനം തേടുന്നവരാണ് പ്രവാചകന്മാർ. അവരെത്ര ഉന്നതിയിലേക്ക് ഉയരുന്ന സമയത്തും റബ്ബ് അവരെ എത്ര ഉയർത്തിയാലുമൊക്കെ അവർ അല്ലാഹുവിലേക്ക് പാപമോചനം തേടുന്നവരാണ്. കാരണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറയാറുണ്ട്, വല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ, ഞാൻ തീർച്ചയായും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ പറയാറുണ്ട്. ദിവസത്തിൽ 70-ലധികം തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം പരിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഈ വചനത്തെ ഗണ്ണിച്ചുകൊണ്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. മാതാപിതാക്കൾ അവിശ്വാസികളായിരിക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊരു സംശയം. ഇതിനുത്തരമായി പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവർ അല്ലാഹുവിനോട് ശത്രുത പ്രകടമാക്കുന്നതിന് മുമ്പാണെന്നാണ്. മാത്രമല്ല, ഒരഭിപ്രായത്തിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് വിശ്വാസിനിയാണെന്നും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ കാണാൻ കഴിയും. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, പ്രപഞ്ചനാഥനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ. നിശ്ചയം നീ മാത്രമാണെല്ലാം കാണുന്നവനും കേൾക്കുന്നവനെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചുവത്രേ. മറ്റൊരു ദുആ നമുക്ക് കാണാം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ ദുആകളുടെ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൂറത്തുൽ ബഖറയിൽ 21-ാമത്തെ വചനം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും
നന്മ തരണേ തമ്പുരാനെ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ എന്ന് ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ഇഹലോകത്ത് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ശാരീരികാരോഗ്യം. റബ്ബ് ചെയ്ത അനുഗ്രഹമാണ്. ഭാര്യസന്താനങ്ങൾ, സമ്പാദ്യം, സ്വത്ത്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുനിയാവിലെയും ആഖിറത്തിലെയും ഒക്കെ ഹസനത്തിനെ ചോദിക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഹസനത്തിന് നന്മയെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഖിനാ അദാബന്നാർ, നരകത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ എന്ന് മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റാസിഖീങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ രക്ഷിതാവേ തമ്പുരാനെ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയ ശേഷം ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിപ്പിക്കരുതേ. നന്മയുടെ പാതയിലാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും തിന്മയുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ. റാസിഖീങ്ങളായ ആളുകൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു റാസിഖിന് 4 ഗുണങ്ങളാണ് സംഗമിച്ചിരിക്കുന്നത്. ഒന്ന്, അല്ലാഹുവിനോടുള്ള ഭയം, അല്ലാഹുവിനോടുള്ള പേടി. 2, ജനങ്ങളോട് വിനയം, വിനയാന്വിതനായിട്ടേ എപ്പോഴും അവൻ നടക്കാറുള്ളൂ. വിനയാന്വിതനായിട്ട് യംശൂന അലൽ അർദി ഹൗന എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗന, പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭൂമിയിൽ വിനയാന്വിതനായി നടക്കുന്നയാള് അവനാണ് റാസിഖ്. റാസിഖിന്റെ ഗുണങ്ങളെ കുറിച്ച് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒന്ന്, അല്ലാഹുവിനോടുള്ള ഭയം. 2, ജനങ്ങളോട് വിനയം. വിനയത്തോടുകൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവന്റെ നടത്തത്തിലും അവന്റെ ഇരുത്തത്തിലും അവന്റെ സംസാരത്തിലും അവന്റെ അനക്കത്തിലും ഒതുക്കത്തിലുമൊക്കെ അവന്റെ വിനയം പ്രകടമായി കൊണ്ടിരിക്കും. 3-ാമത്തെ കാര്യം, ഇഹലോകത്തോട് വിരക്തിയായിരിക്കും. ദുനിയാവിലെ ജീവിതത്തോട് വലിയ താല്പര്യമൊന്നും കാണിക്കൂല. ദുനിയാവിലെ ജീവിതത്തെ അവർക്ക് വലിയ വിഷയമാകാറില്ല. സ്വന്തം ശരീരത്തോട് അവർ യുദ്ധം ചെയ്യുന്നവരാണ്. നഫ്സിനോട് യുദ്ധം ചെയ്യുന്നവരാണ്. ഇങ്ങനെ 4 മഹത്വങ്ങൾ അടങ്ങിയ ആളുകളാണ് റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറയുന്ന റാസിഖീങ്ങളായ ആളുകൾ. അവരാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, നീ തീർച്ചയായും നീ ഔദാര്യവാനാണ്, അത്യധികം ഔദാര്യവാനാണ് നീ തമ്പുരാനെ. ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിപ്പിക്കല്ലേ തമ്പുരാനെ. നിന്റെ അടുത്തു നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന് റാസിഖീങ്ങളായ ആളുകൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും. ربنا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين. ഹവാരിയങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആല ഇംറാൻ 53-ാമത്തെ വചനം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ആല ഇംറാൻ സൂറത്തിൽ റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനാ റസൂല ഫക്തുബ്നാ മഅ ശാഹിദീൻ. അല്ലാഹുവേ, നീ ഇറക്കിയ പരിശുദ്ധമായ ഖുർആൻ, ഈ വേദഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ നീ സാക്ഷികളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. ഫക്തുബ്നാ മഅ ശാഹിദീൻ എന്ന് ഹവാരിയങ്ങളായ ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. മറ്റൊന്ന് താലൂത്ത് രാജാവിന്റെ പ്രാർത്ഥനയാണ്. ചരിത്രത്തിൽ വളരെയധികം പറയപ്പെടുന്ന പ്രാർത്ഥനയാണ്. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. താലൂത്ത് രാജാവ് പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ് സയ്യിദുന മൂസാ അലൈഹിസ്സലാം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലശേഷം ശത്രുവായ ജാലൂത്തുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി അവർക്കൊരു നായകന് ആവശ്യമായിരുന്നു.
അവരുടെ നിർദ്ദേശം മാനിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വാലൂത്ത് എന്ന പേരുള്ള ഒരു വ്യക്തിയെ അവരുടെ രാജാവാക്കി. എന്നാൽ അദ്ദേഹത്തെ അനുയായികൾ അംഗീകരിച്ചില്ല. മാത്രമല്ല, അവർ താലൂത്തിനെതിരെ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. പ്രധാനമായും അവരുടെ ആരോപണം താലൂത്ത് രാജ്യകുടുംബത്തിൽപ്പെട്ടവനല്ല എന്നായിരുന്നു, ദരിദ്രനാണ് എന്നായിരുന്നു മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വാദങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. യോഗ്യമായ 2 ഗുണങ്ങൾ താലൂത്തിൽ സമ്മേളിച്ചിട്ടുണ്ട്. 1 അറിവും, 2 കഴിവുമാണ്. ഒരു രാജാവിന് വേണ്ട ഏറ്റവും വിശിഷ്ടമായ സവിശേഷതയാണ് അറിവും കഴിവും എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് യുദ്ധത്തിന് വന്നത് 300-ൽ പരം ആളുകൾ മാത്രമാണെന്ന് നമ്മൾ പലപ്പോഴും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ വേദികളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ത്വാലൂത്തിന്റെ പ്രാർത്ഥനയായിരുന്നു റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ മേൽ നീ ക്ഷമയെ ചൊരിച്ചു തരണേ അല്ലാഹുവേ. അഫ്രിഗ് അലൈനാ സബ്റൻ, ഞങ്ങളുടെ മേൽ ക്ഷമയെ ചൊരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹുവേ. സത്യനിഷേധികളായ ജനങ്ങളുടെ മേൽ ഞങ്ങൾക്ക് നീ വിജയം കൈവരുത്തി തരണേ എന്ന് ഒരു പ്രാർത്ഥനയായിരുന്നു താലൂത്ത് രാജാവിന്റെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുകയായിരുന്നു, അല്ലേ? ഒരുപാട് പ്രാർത്ഥനകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഹാന്മാരായ സഹാബത്തെ കിറാമിന്റെ പ്രാർത്ഥനയാണ്. സഹാബികൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾക്ക് തെറ്റ് സംഭവിക്കുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഞങ്ങളെ നീ വഹിക്കാൻ പറയല്ലേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. കരുണ കാണിക്കുക ചെയ്യണേ തമ്പുരാനെ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അന്ത മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് സത്യനിഷേധികളായ ജനതയുടെ മേലെ നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് സഹാബത്തെ കിറാം, പീഡിതരായ സഹാബത്തെ കിറാം, ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് മക്ക മണലാരണ്യത്തിൽ ആളുകളെ ക്ഷണിച്ച സമയത്ത് സഹാബത്തെ കിറാം വന്നു. വല്ലാത്ത പീഡനങ്ങളും വല്ലാത്ത ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു സഹാബത്തെ കിറാമിന്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്. വിശ്വാസി എന്ന് പറയുന്നത് അത് സൃഷ്ടാവിന്റെ ഇഷ്ടദാസനാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പലപ്പോഴും പടച്ച തമ്പുരാൻ പരീക്ഷണങ്ങൾ സ്വാഭാവികമായി നൽകും. സത്യസേവനത്തിനായി പ്രതിജ്ഞയെടുത്ത് വരുന്നവർക്ക് ലഭിക്കുന്ന പരീക്ഷണം ഒരുപക്ഷെ കഠോരമായിരിക്കും. അതിനെ അതിജയിച്ച് മുൻകടക്കുന്നയാളാണ് യഥാർത്ഥ വിശ്വാസിയും അല്ലാഹുവിന്റെ ഇഷ്ടദാസനുമെന്നാണ് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു. വിശിഷ്യ പ്രവാചകന്മാർക്ക്, അവരുടെ സഹചാരികൾക്ക്, ശേഷം വന്ന മതപണ്ഡിതന്മാർക്ക്, ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് അല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ദീനിന്റെ മാർഗത്തില്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചരണത്തിന്റെ മാർഗത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ കുണ്ടാരത്തിൽ വീണ ആളുകളുണ്ട്, മത്സ്യത്തിന്റെ വായിലകപ്പെട്ട ആളുകളുണ്ട്, ഒട്ടകത്തിന്റെ കുടൽമാലകൾ കഴുത്തിൽ തൂക്കപ്പെട്ട ആളുകളുണ്ട്, തൂക്കുകയർ പൂമാലയായി ഏറ്റെടുത്ത ആളുകളുണ്ട്, പീരങ്കിക്ക് മുമ്പിൽ രക്തസാക്ഷികളായ ആളുകളുണ്ട്, ജയിലിലകപ്പെട്ട ആളുകളുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പരീക്ഷണങ്ങൾ അനുഭവിച്ച ആളുകൾ, അതെല്ലാം അവർ കണ്ടത് വിജയത്തിന്റെ ചവിട്ടുപടികളായിട്ടാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിയാണെന്ന് മനസ്സിലാക്കി ക്ഷമ വരിച്ചവരായിരുന്നു അവരാണ് ആധുനികരായ നമ്മുടെ പൂർവ്വപിതാക്കൾ. അവർ അനുഭവിച്ചത് പിൽക്കാലത്ത് നമുക്കൊന്നും സഹിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അതുകൊണ്ടാകാം അത്തരം ദുഃഖാർത്ഥമായ പരീക്ഷണങ്ങളിൽ നിന്ന് കാവല് ചോദിക്കാൻ നമ്മൾ പലപ്പോഴും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രാർത്ഥനയുടെ അന്തസത്ത
മുഴുവനായി ഗ്രഹിക്കൽ സന്ദർഭോചിതമായി ഒന്ന് മനസ്സിലാക്കൽ ശരിയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹിജ്റ ഏകദേശം 1 വർഷം മുമ്പ് മേറാജിന്റെ സന്ദർഭത്തിലാണ് ഈ വാക്യങ്ങൾ അവതരിപ്പിച്ചത്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന് തുടങ്ങുന്ന ആയത്ത്. അന്ന് മക്കാ മനലാരണ്യത്തിൽ കുഫ്റും ഇസ്ലാമും തമ്മിലുള്ള സംഘട്ടനം വളരെ വ്യാപകമായിരുന്നു. അക്രമങ്ങളുടെ മർദ്ദനങ്ങളുടെ മുറകൾ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ മേലിൽ അന്ന് അവിടെയുണ്ടായിരുന്ന മുശ്രിക്കുകൾ നിരന്തരം അവരെ പീഡിപ്പിച്ചും മർദ്ദിച്ചുമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോന്നിരുന്നു. മക്കയിൽ മാത്രമല്ല, അറേബ്യയിൽ എവിടെയെങ്കിലും ഒന്നൊരാൾ സത്യദീനിന്റെ അനുയായിയായി മാറിയെന്ന് സന്ദേശം അറിയേണ്ട പക്ഷം അവന് പിന്നെ അള്ളാഹുവിന്റെ ഭൂമിയിലൊന്ന് ശ്വസിക്കുക പോലും ദുഷ്കരമായിരുന്നു. ഈ പരിതസ്ഥിതിയിലാണ് അള്ളാഹുവിനോട് തങ്ങളുടെ നാഥനായ അല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന അല്ലാഹു, ഇബാദത്തിനർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ സഹാബത്തെ കിറാം ഇങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്, അല്ലാഹുവേ റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചിരിക്കുകയാണ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണം തമ്പുരാനെ. ഫഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ നൽകിയിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടം പറ്റിയ ആളുകളുടെ കൂടെയായിരിക്കും, ജീവിതത്തിൽ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മഹാനായ സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ എത്രത്തോളം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്താ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്? വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞു. എന്തോ ചില കാരണങ്ങളുടെ പേരിൽ ലംഘിക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലെത്തിയിട്ട് 300 വർഷം അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുവെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഒരുപാട് പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുർആനിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റും. അസ്ഹാബുൽ ഖഹ്ഫിന്റെ പ്രാർത്ഥന, ഗുഹയിലകപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ ഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ, അല്ലാഹുവേ രക്ഷിതാവായ തമ്പുരാനെ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹുവേ ഞങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ നീ സൗകര്യം നൽകണേ തമ്പുരാനെ എന്ന് അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിലകപ്പെട്ട സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. മുഹാജിരീങ്ങളായ ആളുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. മുഹാജിരീങ്ങളായ ആളുകൾ മക്കയിലെ ഇസ്ലാമിക പ്രചരണത്തിന്റെ ആദ്യ ദശയിൽ തന്നെ സത്യം മനസ്സിലാക്കി തൗഹീദിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നവരിൽ പ്രമുഖനായിരുന്നു മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ സുഹൈബ് റളിയല്ലാഹു അൻഹു, മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു, മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിക പ്രചാരണത്തിന്റെ ആദ്യ ദശയിൽ തന്നെ സത്യം മനസ്സിലാക്കി ദീനിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. അടിമകളായതുകൊണ്ട് മാത്രം അവരുടെ ഇസ്ലാമാശ്ലേഷണം പരിഹാസത്തിന് ഹേതുവായി. പലപ്പോഴും പരിഹസിക്കപ്പെട്ടു അടിമകളായതുകൊണ്ട്. പക്ഷേ ഇതിന് ലവലേശം പോലും അവർ ചെവി കൊടുക്കാതെ പീഡനങ്ങൾ അവർ സഹിച്ചു. പ്രതിഫലമായി സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളായിരുന്നു അവരുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലർക്കെ തുടർന്ന് കൊടുത്തത്. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു തമ്പുരാനെ, അതുകൊണ്ട് ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹുവേ, വർഹംനാ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ തമ്പുരാനെ, വഅൻത ഖൈറുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അത്യുദാത്തനാണ് നീ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചു എന്നാണ് മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നു വിക്കുണ്ടായിരുന്നു, സംസാരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക,
നിങ്ങള് മൂസാ നബിയോട് അല്ലാഹു പറയാണ് 40 ദിവസം നോമ്പനുഷ്ഠിച്ച് തുരിസീന പർവ്വതത്തിന്റെ മുകളിൽ പോയപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന എന്താണ്? ഫറോവയുടെ അടുത്ത് പോകണം. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, അവൻ അക്രമിയാണ്. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക, നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾ ഫറോവയോട് പറയണം. ഫഖുൽ നബി മൂസാ നബിയെ നിങ്ങൾ പറയണം, ഹൽ ലക ഇലാ അൻ തസക്ക, നിങ്ങൾക്ക് ഇനിയും തസ്കിയത്ത് നേടാൻ സമയമായിട്ടില്ലേ എന്ന് പറയണം. എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, രക്ഷിതാവായ തമ്പുരാനെ, നീ എനിക്ക് ഹൃദയ വിശാലത തരണേ. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി, ഇശ്റഹ് ലീ സ്വദ്രി, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന് വിശാലത തരണേ തമ്പുരാനെ, എനിക്ക് എന്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ജനങ്ങൾ എന്റെ സംസാരം മനസ്സിലാക്കുന്നതിന് വേണ്ടി, എന്റെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ വേണ്ടി എന്റെ നാവിലെ കെട്ടുകൾ നീ അഴിച്ചു തരണേ എന്ന് ഒരു പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. വിശ്വാസി അത് സൃഷ്ടികൾക്ക് ഉത്തമ മാതൃകയാണ്. ഒരു വിശ്വാസി സൃഷ്ടികൾക്ക് പലപ്പോഴും ഉത്തമ മാതൃകയാണ് സൃഷ്ടിക്കേണ്ടത്. അവന്റെ ജീവിതവും അവന്റെ ദർശനവും അത് മറ്റൊരാൾക്ക് ഒരു റോൾ മോഡലാകേണ്ടതാണ്. അത് കേവലം അവൻ മാത്രം ജീവിത വിജയം കൈവരിച്ചതുകൊണ്ട് കാര്യമില്ല. മറിച്ച് അവൻ ആശ്രയിക്കുന്ന ആളുകളും അവനെ പിന്തുടരുന്ന ആളുകളുമൊക്കെ സന്മാർഗത്തിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരേണ്ടതുണ്ട്. അവരുടെ തെറ്റിദ്ധാരണകളും സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവരുമായി യുക്തിസഹമായി സംവദിക്കല് അത് അനിവാര്യതയാണ്. അവ കാലോചിതമാകുമ്പോ പ്രബോധനത്തിന്റെ ഊടും പാവും മാറ്റി മുഖ്യധാരയിൽ കൊണ്ടുവരേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പ്രസ്തുത പ്രാർത്ഥന അവതീർണമാകുന്നത്. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ മുന്നിലേക്ക് പോകുമ്പോ ഒരു പ്രാർത്ഥനയായിരുന്നു അല്ലാഹുവിനോട്. അതിന് കാരണമുണ്ട്. നേരത്തെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബാല്യത്തിൽ സംഭവിച്ച തീപ്പൊള്ളൽ അത് അദ്ദേഹത്തിന്റെ സംസാരത്തെയും അനുഭവിച്ചിരുന്നു. അതിന് തുടർന്ന് വർത്തമാനത്തിൽ വിക്കനുഭവപ്പെട്ടിരുന്നു സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിന് ശമനം ലഭിക്കാൻ വേണ്ടി പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലാഹുവിനോട് തേടുകയായിരുന്നു. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ, ഈ നാവിന്റെ കെട്ടെന്നഴിച്ചു താ തമ്പുരാനെ എന്ന് പറയുകയായിരുന്നു. അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ അല്ലാഹുവിനോട് എത്രത്തോളം ചോദിക്കണം, എത്രത്തോളം പ്രാർത്ഥിക്കണം, ഈ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം വിലയുണ്ട്. കാമിൽ മുഅ്മിനായ പൂർണ്ണ ഈമാനുള്ള ഒരു മുഅ്മിന്റെ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായ ഈമാനോട് കൂടി ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, രക്ഷിതാവായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് നരകത്തിന്റെ ശിക്ഷയെ നീ ഒഴിവാക്കി തരണേ തമ്പുരാനെ, നരകത്തിന്റെ ശിക്ഷയെ ഒഴിവാക്കി തരണേ തമ്പുരാനെ. അതിലെ ശിക്ഷ, നരകത്തിന്റെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താണ് തമ്പുരാനെ. തീർച്ചയായും നരകമെന്ന് പറയുന്നത് ചീത്തയായൊരു താവളവും പാർപ്പിടവുമാണെന്ന് ഒരു മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സൃഷ്ടികളും പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ അടിമകളാണ്. അവരിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് വിശ്വാസികൾ. എന്നാൽ അവരിൽ ഔന്നിത്യങ്ങളുടെ വിഹായത്തിലേക്ക് ഉയർന്ന് പറന്നുപോയ ആളുകളാണ് പൂർണ്ണ വിശ്വാസികൾ. അത്തരക്കാരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ഖുർആൻ വിശേഷിപ്പിക്കുന്നത് പരമകാരുണികന്റെ അടിയാറുകൾ അഥവാ ആരാധനയിൽ സദാസമയവും മുഴുകിയ ആളുകൾ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ കാമിലായ ഈമാനോടുകൂടി മരണത്തെ പുൽകാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥനകൾ കാണാൻ പറ്റും. ഓരോരോ സന്ദർഭങ്ങളിൽ വന്ന പ്രാർത്ഥന.
റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ രക്ഷിതാവായ തമ്പുരാനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് പ്രാർത്ഥിച്ചത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ സന്താന പരമ്പരയെ പിൽക്കാലക്കാർക്ക് മാതൃകയാക്കി ചൂണ്ടിക്കാട്ടാൻ വിധത്തിലുള്ളതാക്കണേ തമ്പുരാനെ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വികാരമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തു നിന്നുണ്ടാകേണ്ടതാണ്. കേവലം നാവ് കൊണ്ടും ചുണ്ടുകൾ കൊണ്ടുമുള്ള അനക്കങ്ങളാവരുത് പ്രാർത്ഥന. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിനോട് മനമുരുകി തേടുന്നതായിരിക്കണം പ്രാർത്ഥന. സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്കെല്ലാം തരുന്നതെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് എനിക്ക് അഭയം പ്രാപിക്കാനുള്ള അഭയകേന്ദ്രമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകുൻ മിനൽ ഖാസിരീൻ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതായി പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും. എന്തിനേറെ പറയണം, മക്കാ മണലാരുണ്യം വിടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ അജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായി പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്റാഇന്റെ 80-ാമത്തെ വചനം. പരിശുദ്ധമായ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രാർത്ഥന. അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ്. അവന്റെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും സദാസമയത്തും പ്രാർത്ഥന കൊണ്ട് ധന്യമായിരിക്കണം. ഓരോ സമയവും ഓരോ സെക്കൻഡുകളും കഴിഞ്ഞു പോകേണ്ടത് പ്രാർത്ഥന വഴിയായിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം, മനമുരുകിക്കൊണ്ടായിരിക്കണം പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. മനമുരുകിക്കൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് തേടേണ്ടത്. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻതൽ മുൻസലീൻ എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി ചരിത്രത്തിൽ പറ്റും. ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥന, ഒരുപാട് ഈ വിഷയം വളരെ ദീർഘിച്ചതാണ്. പരിശുദ്ധമായ ഖുർആനിലെ പ്രാർത്ഥനയെ തന്നെ കുറിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനാകും. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സയ്യിദുനാ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ പ്രാർത്ഥന വഴിയാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലിയുടെ അനുഭവം വെച്ച് പറഞ്ഞതുപോലെ മനസ്സിലാകുകയാണ്, പ്രാർത്ഥനയ്ക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്, മാസ്മരികമായൊരു വലയമുണ്ട്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി സാർ എന്നോട് പറഞ്ഞത്, വാഫി, പ്രാർത്ഥനയ്ക്ക് മാസ്മരികമായൊരു ശക്തിയുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ജീവിതം വഴി ഞാനത് മനസ്സിലാക്കി. അപ്പാടെ തമ്പുരാൻ ഇല്ല എന്ന വിശ്വാസത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഞാൻ, നിരീശ്വരവാദിയായി അതിന്റെ നേതാവായി നടന്നിരുന്ന ഞാൻ പിന്നീട് മാറി ചിന്തിച്ചു. എന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ, എന്റെ അർത്ഥനകൾ കേൾക്കാൻ, മനമുരുകിയുള്ള എന്റെ തേട്ടങ്ങൾ കേൾക്കാൻ ലോകരക്ഷിതാവായ ഒരു തമ്പുരാനുണ്ടെന്ന ഉറച്ച ബോധ്യം എനിക്ക് വന്നു എന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി പറയുമ്പോൾ അദ്ദേഹത്തിന് അതുവഴിയുണ്ടായ ഈമാനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഞാൻ. അദ്ദേഹത്തിന് വല്ലാത്ത ഈമാനികമായ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്കൊക്കെ അങ്ങനെയാകാൻ കഴിയണം. എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന ആ ഒരു തരത്തിൽ അടുക്കും ചിട്ടയിലുമുള്ളതായിരിക്കണം. എന്താണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയുടെ അവസ്ഥ? കേവലം നമ്മൾ നിസ്കാരത്തിന് ശേഷമുള്ളൊരു പ്രാർത്ഥനയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഇമാം ഇങ്ങനെ ദുആ ചെയ്യും, നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആമീൻ പറയുന്ന അവസ്ഥയാണ് എനിക്കും പിന്നെ നിങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് ഒരു മാറ്റം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ ഉണ്ടാകണം. പ്രാർത്ഥന എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരിക്കണം. ഇതിനോട് മനമുരുകിക്കൊണ്ടുള്ള ഓരോ സമയത്തുമുള്ള ഖേട്ടമുണ്ടായിരിക്കണം, അർത്ഥനകൾ ഉണ്ടായിരിക്കണം. ചെയ്തു പോയല്ലോ തമ്പുരാനെ എന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ മനമുരുകി, ഹൃദയമുരുകി നൊന്തുകൊണ്ട് അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. ഓരോ
കാരം കഴിയുമ്പോഴും റബ്ബ് ഓരോ അനുഗ്രഹങ്ങൾ തരുമ്പോഴും റബ്ബ് ഓരോ അനുഗ്രഹത്തിന്റെ പേമാരികൾ വർഷമായി നമ്മിലേക്ക് പെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന്റെ കാരുണ്യത്തിന്റെ വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിച്ചു തരുന്ന സമയത്ത് അതിനൊക്കെ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കാനും പ്രാർത്ഥനാപൂർവ്വം അതൊക്കെ ഉൾക്കൊള്ളാനും പ്രശ്നങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ അല്ലാഹുവിലേക്ക് മുന്നിട്ട് പോകാനും അല്ലാഹുവിനോട് സദാസമയം അർപ്പിക്കാനും ഒക്കെ ഞാനും നിങ്ങളുമൊക്കെ സമയം ചെലവഴിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, പ്രത്യക്ഷവും പരോക്ഷവുമായ കാര്യങ്ങൾ അറിയുന്ന തമ്പുരാനെ, അദൃശ്യജ്ഞാനിയായ അല്ലാഹുവേ, സർവ്വതിന്റെയും ഉടമസ്ഥനായ പരിപാലകനെ, സശരീരത്തിന്റെയും പൈശാചികമായ തിന്മകളിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് നിങ്ങൾ അള്ളാഹിനോട് തേടണേ എന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ റബ്ബിനോട് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹിയോട് ഒരാൾ വന്ന് ചോദിച്ചു. ഉടനെ പ്രവാചകൻ അയാളുടെ ചൂണ്ടുവിരൽ ഒഴികെ കൈകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഇപ്രകാരം നിനക്ക് ഇഹലോകവും പരലോകവും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരികയും കാരുണ്യം വർഷിപ്പിക്കുകയും സന്മാർഗത്തിലാക്കുകയും ഭക്ഷണം നൽകുകയും തരണേ തമ്പുരാനെ എന്ന് നീ പ്രാർത്ഥിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, പ്രതിസന്ധികൾക്ക് പരിഹാരമായി, പ്രയാസങ്ങൾക്ക് പരിഹാരമായി ഞാനും നിങ്ങളുമൊക്കെ കണ്ടെത്തേണ്ടത് അല്ലാഹുവിനെയാണ്. പ്രാർത്ഥനകൾ വഴി അല്ലാഹുവിനെ കണ്ടെത്തണം. അതിന് അല്ലാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോഴേ എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയാവുകയുള്ളൂ. റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ. റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത അപ്പോഴാണ് ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി ആദരപൂർവം കുമ്പിടുന്ന വണങ്ങുന്ന മുത്തഖീങ്ങളിൽ, സജ്ജനങ്ങളിൽ എന്നെയും നിങ്ങളെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന ആയുധമാക്കിക്കൊണ്ട് നടക്കുന്ന അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന എന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രാർത്ഥന ആയുധമാക്കിക്കൊണ്ടായിരിക്കണം ശരീരത്തോടുള്ള ജിഹാദ് നമ്മൾ നടത്തേണ്ടത്. മനസ്സിനോടുള്ള ജിഹാദ് ഞാനും നിങ്ങളുമൊക്കെ നടത്തേണ്ടത് പ്രാർത്ഥന വഴിയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയ്യൻ വലാ മഖ്റൂദൻ വലാ മഹ്റൂമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صلى الله على جميع الأنبياء المرسلين تقبل الله. മൈക്ക് റിലീസ് ചെയ്യുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.